രാത്രി 6 മണിക്ക് ശേഷം ആർക്കും തന്നെ പ്രവേശനം ഇല്ലാത്ത, മരണകാരണം വ്യക്തമല്ലാത്ത പല ശവശരീരങ്ങളും കണ്ടെടുത്ത അതിഭയാനകരായ ആത്മാക്കൾ അലയുന്ന രാജസ്ഥാനിലെ ഭാർഗഡ് കോട്ടയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ കഥ. കോട്ടയുടെ 10 കിലോമീറ്റർ പരിധിയിൽ പോലും ഒറ്റ വീടുകളില്ല. കാരണം കോട്ടയുടെ പരിധിയിൽ വയ്ക്കുന്ന വീടുകൾക്ക് പോലും നാശം സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് പ്രകാരം വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ ഭാർഗഡ് കോട്ടയിലേക്ക് ആർക്കും തന്നെ പ്രവേശനം ഇല്ല. ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഈ മുന്നറിയിപ്പ് ലംഘിച്ച് ഒരു രാത്രിയിൽ കോട്ടക്കകത്തു കയറി. കോട്ടക്കകത്തുനിന്നും പലവിധ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ കൈവശം ഉള്ള ടോർച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അടിച്ചു നോക്കി. എന്നാൽ അവർ കണ്ട കാഴ്ച വളരെ അധികം ഭീതിപ്പെടുത്തുന്നതായിരുന്നു. പഴയകാല രാജസ്ഥാനി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അതിക്രൂര മുഖഭാവത്തോടെ തങ്ങളെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ചീറിയെടുക്കുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത്. വളരെയധികം ഭയപ്പെട്ട അവർ അലറി വിളിച്ചുകൊണ്ടു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. കോട്ടയുടെ പ്രേതബാധയുമായി ബന്ധപ്പെട്ടു പ്രധാനമായും 2 കഥകൾ ആണുള്ളത്. അതിൽ ഏറ്റവും പ്രചാരമേറിയത് രത്നാവതി രാജകുമാരിയുമായി ബന്ധപ്പെട്ട കഥയാണ്. ഗ്രാമത്തിലെ മാന്ത്രികൻ അതീവ സുന്ദരിയായ ഭാർഗഡ് രാജകുമാരി രത്നാവതിയുമായി പ്രണയത്തിലായി. ഒരു ദിവസം മാന്ത്രികൻ രാജകുമാരിയെ വശീകരിക്കുന്നതിനായി ഒരു മാന്ത്രിക മരുന്ന് അവൾക്ക് നൽകി. എന്നാൽ ചതി മനസ്സിലാക്കിയ രാജകുമാരി മരുന്ന് പാറയിൽ എറിഞ്ഞുടക്കുകയും അതോടെ പാറ ഉരുണ്ടുവന്ന് മന്ത്രവാദിയുടെ മേൽ പതിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് മന്ത്രവാദി കോട്ടയിലെ മുഴുവൻ ആളുകളെയും ശപിച്ചു. അവർ ഗതികിട്ടാത്ത ആത്മാക്കൾ ആയി ആ കോട്ടയിൽ തന്നെ അലേട്ടെ എന്നായിരുന്നു ആ ശാപം. അതിനുശേഷം കോട്ടയിൽ താമസിച്ചിരുന്നവർ എല്ലാം അവരുടെ മരണശേഷം അവിടെ ആത്മാക്കളായി അലയാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പ്രേതബാധയല്ല മറിച്ചു 1783 ഉണ്ടായ കടുത്ത വരൾച്ചയെ തുടർന്നാണ് ജനങ്ങൾ ഭാർഗഡിനെ ഉപേക്ഷിച്ചതെന്നും രാത്രിയായാൽ ഉള്ള സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം കൊണ്ടാണ് രാത്രികാലങ്ങളിൽ ആർക്കും കോട്ടക്കകത്തേക്ക് പ്രവേശനമില്ലാത്തതെന്നും പ്രേതങ്ങളായി ആളുകളെ ഭയപ്പെടുത്തുന്നത് ഈ സാമൂഹിക വിരുദ്ധർ ആണെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ.